ITC ഇതൊരു വാല്യൂ ട്രാപ്പ് പോലല്ലേ സാർ ഇരിക്കുന്നു. ഡിവിഡൻഡ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാം വളരെ നല്ലതാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നു. PG ഇൻവൈറ്റിൽ അകപ്പെട്ടതായിട്ട് ഒരുപാട് വ്യൂവേഴ്സ് പറഞ്ഞതായിട്ട് ഇപ്പൊ കാണാൻ പറ്റുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ ITC അകത്ത് വന്ന് അകപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. പോയ 100 വർഷത്തിൽ ലോകത്തിലെ ബെസ്റ്റ് റിട്ടേൺ ഏത് സ്റ്റോക്കാണ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പോയി ചെന്ന് നോക്കിക്കോ. നോക്കിയിട്ട് വന്നതിന് ശേഷം ITCക്ക് പോകണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. സിഗരറ്റ് സ്റ്റോക്ക് തന്നെ പറയുന്നത് സാർ. നീ പോയി നോക്കിക്കൊണ്ട് വാ. ട്രിയ എന്ന് പറഞ്ഞ ഒരു കമ്പനി കൊടുത്തിരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ സിഗരറ്റ് ബ്രാൻഡും അവർ തന്നെ വെച്ചിരിക്കുന്നു. സർ അടുത്ത ചോദ്യം ഇതിലിരുന്ന് എന്തെന്ന് വെച്ചാൽ 400 രൂപ ഉണ്ടായിരുന്ന അപ്പോൾ ടിഫൻ കോഫി ചെയ്യാൻ പറഞ്ഞു. അതപ്പോൾ മനസ്സിലാക്കി ഞങ്ങൾ ഇപ്പോൾ 270 280 ഇരിക്കുന്നു. മോർ ദാൻ 40% അതിൽ വിളുന്നിരിക്കുന്നു. സാർ ഇതിൽ എന്ത് പ്രോബ്ലം എന്നാൽ മാർക്കറ്റ് ഇപ്പോൾ ബോട്ടം ആകുവാണെങ്കിൽ നമുക്ക് ഹോക്കിയിൽ പോവാം. ഇതെങ്ങനെ സർ? ഫാളിംഗ് നൈഫ് അല്ലേ, അത് പിടിക്കരുത് എന്നല്ലേ ഫെയർ പറയുന്നു. ഇപ്പോൾ 23 ഇരിക്കുന്നല്ലേ, ഇന്നലെ 5% പോയി ഒരേ ദിവസത്തിൽ. 23-ന് 5% എത്രയാ? 23-ന് 5% എന്ന് പറയുന്നത് 20% സർ. 23,000-ൽ 23,000 നിഫ്റ്റി 5% ചെന്നിരിക്കുന്നു ഒരേ ദിവസത്തിൽ. എന്ന് പറയുമ്പോൾ എത്രയാ? 23,000-ൽ 5% എന്ന് പറയുമ്പോൾ ഒരു 1,600 പോയിന്റ്. ബൈ ചാൻസ് ഇന്നലെ നാസ്ഡാക്കിനെ പോലെ ഇവിടെ 1000 പോയിന്റ് വിളുവാണെങ്കിൽ നാസ്ഡാക്കേ വിളുന്നിരിക്കുന്നു. എൻവിഡിയ സെയിൽസ് എല്ലാം കറക്റ്റായിരിക്കുന്നു. ഒരു 3 മാസത്തിൽ ഒരു 3 പ്രാവശ്യം ഇതുപോലെ വിളുവാണെങ്കിൽ ITC 150 പോകും സാർ. ഇത് കാരണമാണ് ഞാൻ പറഞ്ഞു വെപ്രളപ്പെടേണ്ട. വി ഡോണ്ട് നോ ദി ബോട്ടം മോസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ബോട്ടം ഓഫ് ദി പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി കളിക്കാം. ഡിസ്റ്റർബേഷന് ഡമാൽ 6 അടിക്കാം. മനസ്സിലാവുന്ന സാർ ഇപ്പോൾ 270 അടിക്കാൻ പോയി. ബോൾ ധോണിയുടെ കയ്യിൽ ഇരുന്നെന്ന് വെച്ചോ, ഈ കാറ്റിന് വീശുകൊണ്ട് ബോൾ ധോണിയുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ ITC ഈസ് എക്സ്ട്രീംലി ഗുഡ്, നല്ല വാല്യൂവിൽ ഇരിക്കുന്നു. ബട്ട് ഓവറോൾ മാർക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ അത് കാരണം ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് സാർ പറഞ്ഞ സമയം 7.2-ൽ ഇരുന്നു. ആ ലെവൽ പോകാൻ കൂടെ ചാൻസ് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഡെഫിനറ്റായി ഇരിക്കുന്നു എന്ന് അറിയാതെ വിൽക്കുമല്ലോ. ഓക്കെ, കാശ് എടുത്തോണ്ട് പോന്നു. ഇപ്പൊ അവർ കൊറോണ ലെവലിൽ വാങ്ങിയിരുന്നെങ്കിൽ 2019 ലെവലിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് പ്രോഫിറ്റ്, അതായത് ആ സമയം നിങ്ങൾ പറഞ്ഞ ITC 150 റേഞ്ച് വരയ്ക്കും വന്നായിരുന്നു. പ്ലസ് 20 രൂപ ചേർന്ന് ഇപ്പൊ 290-ൽ ഇരിക്കുന്നു. ദെൻ ഹോട്ടലിക്ക് 20 രൂപ ചേർക്കണം. ഈസി ഹോട്ടലിന് ഒക്കെ 15 രൂപ ചേർക്കണം. അത് അക്കൗണ്ട് മാറിയിരിക്കുന്നു സാർ. ഏറെ കണക്ക് സാർ. 285 290-ൽ പോയിരിക്കുന്നു. അതിൽ 50% എഗെയിൻ വിളുന്ന് വെച്ചോ. ഗെയിമിംഗ് മാർക്കിന് 20,000 പോകുമെന്ന് പറയുന്നു മാർക്കറ്റ്. അതിലെ നിങ്ങൾ 1000 പോയിന്റ് താഴെ ഇറങ്ങുമെന്ന് വെച്ചോ, ഒരു 40-50 രൂപ വിളും. നോട്ട് ഇത് നല്ല എല്ലാവിലും. ITC-നെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ചോദ്യം ഇരിക്കുന്നത് സാർ. ജാളിയെ നിങ്ങൾ കൺസിഡർ ചെയ്യാം ഒരു സിംഗിൾ ആയിട്ട്. ITC അപ്പൊ ഇന്ത്യൻ ടിഫൻ കോഫി തന്നെ സാർ. അപ്പോ എന്തെന്ന് വെച്ചാൽ ഓവറോൾ മാർക്കറ്റ് വി ആർ നോട്ട് സോർട്ടഡ് ആൻഡ് അവിടെ നമുക്ക് ഒരുപാട് അൺസർട്ടനിറ്റീസ് ഇരിക്കുന്നു. മെഡിക്കലി ഇൻട്രസ്റ്റ് കയറ്റണമെന്ന് പറയുന്നു. പക്ഷെ വൈറ്റ് ഹൗസ് ഡേ ഇനി കയറ്റുമോ എന്ന് പറയുന്നു. അവർ നവംബറിന്റെ ശേഷം നോക്കാമെന്നിരിക്കുന്നു. വിൻ വാഷ് മീറ്റിംഗ് റൈറ്റാ. അവൻ ഇന്നലെ ജാർ മാർക്കറ്റ് ഒക്കെ നോക്കിയാൽ കയറ്റണമെന്ന് പറയുന്നു. അതാണ് ഇന്ന് 5% വിളിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റില്ല. കുറച്ച് സർപ്രൈസിംഗ് ആയിരിക്കുന്നത് സാർ. ബോണ്ട് ഇൻട്രസ്റ്റ് കുറച്ചിരിക്കുന്നല്ലേ അവർ വിചാരിക്കുന്നു. അല്ല, ഹോമൂസിൽ 4 എക്സ്ചേഞ്ച് ഓഫ് ഫയർ വേറെ, 4 ഡ്രോണിനെ വേറെ അവർ ചുട്ടിരിക്കുന്നു. നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കളിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമുക്ക്. ദിവസത്തിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുമ്പോൾ ഈസ്റ്റിന്റെ ഇടയ്ക്ക് ഒരു അനക്കമില്ലാതെ ഇരിക്കുന്നല്ലേ എന്നൊരു ചോദ്യം വെക്കണമെന്ന് വിചാരിച്ചു. ഒരു പക്ഷെ അപ്പോൾ അടിക്കാൻ തുടങ്ങി. ഞാൻ ചോദ്യത്തിനെ വിട്ടു. ഇപ്പോൾ IT കമ്പനീസ് ഒക്കെ വന്ന് വെളിനാട്ടിലിരിക്കുന്ന IT കമ്പനീസിന്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന IT കമ്പനീസ് R&Dയിൽ ചെലവ് ചെയ്യേണ്ടത് വളരെ സിഗ്നിഫിക്കൻ്റ്ലി ലെസ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. കണ്ണുകൊണ്ട് കാണാനും പറ്റുന്നു. ഈവൻ ടെക്നോളജി ലീഡേഴ്സ് തന്നെ അവർ ചെലവ് ചെയ്യുന്നതില്ല അതിൽ. അപ്പോൾ IT കമ്പനീസിനെ എടുത്തു വെച്ചാൽ വിപ്രോ വന്നിട്ട് 15 PE എന്നാണ് പറയുന്നത്. 6 മാസത്തിന് മുമ്പ് TCS-നെ ചോദിച്ചായിരുന്നു. 23-24-ൽ ഇരുന്നപ്പോൾ സ്റ്റീൻ കുറയട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. അത് 15 PEക്ക് വന്നിരിക്കുന്നു. TCS 15-ലിരിക്കും സർ. മേ ബി ഞാൻ റൗണ്ടാ പറയുന്നു 15 നിന്ന് അത് 15.2 15.3 എവിടെയെങ്കിലും ഇരിക്കാം. അപ്പൊ ഹാക്കി ടൈമാ സാർ? ഇല്ല, ഹാക്കി ടൈം അല്ല. ഓവറോൾ മാർക്കറ്റ് ഈസ് ഹൈ. എന്ത് സാർ ഇങ്ങനെ എപ്പോ ചോദിച്ചാലും ഏതെങ്കിലും ഒരു കാരണം പറയുന്നു സാർ നിങ്ങൾ? ബോസ് മാർക്കറ്റിനെ കയറ്റി വെച്ചിരിക്കുന്നു. ഇന്നലെ ഐഡിയ ഇല്ലാതെ ബാങ്കിനെ കയറ്റി വെച്ചിരുന്നു. ട്രീറ്റ്മെന്റ് കൊടുക്കണമല്ലേ? ഇതേ ലെവലിൽ ഇരുന്ന് മാർക്കറ്റ് 18,000-ന് ഇരിക്കുവാണെങ്കിൽ എങ്ങനെ ആണെങ്കിലും നീ കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ഇപ്പൊ 18,000-ന് പോകുവാണെങ്കിൽ
Pro 15 PE, Infosys 15 PE, TCS 15 PE, 12 PE, 10 PE എന്ന് പോകും. സർ അപ്പോൾ അത് ഫുൾ മീൽ ടൈം അല്ലേ സർ? ഈ PE ഒക്കെ 10ൽ ഇരിക്കുവാണെങ്കിൽ ഈ കണ്ണം മൂടിയുണ്ട് അങ്ങനെ എടുക്കാം. ഓക്കെ. ഓക്കെ സർ. ആ സമയം ഇന്ന് 2-3 മാസത്തിൽ വരാമെന്ന് നമുക്ക് വിചാരിക്കാമോ? വരാം. വരാതെയും പോവാം. ഓവറോളായിട്ട് എല്ലാം വന്നിട്ട് ഒരു ഫ്ലൂയിഡ് ആയിരിക്കുന്നു. ഒരു 4 സ്റ്റോക്ക് സർ. അതിൽ വന്നിട്ട് ബേസിക് ഇപ്പോൾ ഒരു വശം മിള്ളുവാണെങ്കിൽ ആദ്യം ഞാൻ ഏത് സ്റ്റോക്കിനെ ഞാൻ എടുക്കണം എന്നത് അനുസരിച്ച് ഒരു 4 സ്റ്റോക്കിന് ലൈൻ അപ്പ് ചെയ്ത് പറയുമോ സർ? വിപ്രോ, TCS, Infosys, HCL. ആദ്യം വിളട്ടെ. അപ്പോൾ ആദ്യം വിളുവാണെങ്കിൽ ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അതിനെയാണ് ആദ്യം നമ്മൾ തേടേണ്ടത്. അപ്പോൾ TCS 1, പിന്നെ രണ്ടാമത് ഇൻഫി, HCL 3, വിപ്രോ 4. HCL 3, വിപ്രോ 4 ആ സർ. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു HCL വന്നിട്ട് അടുത്ത് റോഷ്നി നാടാറിന്റെ കയ്യിൽ ഇങ്ങനെ ചെയ്യുന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. വിപ്രോയിൽ അസിൻ പ്രേംജി എല്ലാ ആവശ്യമുള്ളതൊക്കെ കറക്റ്റാ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. എനിക്ക് വേറെ നിനക്ക് വേറെ. ഞാൻ പറഞ്ഞു തന്നിട്ട് ബ്യൂട്ടി കോണ്ടെക്സ്റ്റ്. What others perceive is also important. Market will think HCL is better. എന്നെ പൊറുത്ത വഴിക്ക് വിപ്രോ is better. ബിക്കോസ് യു ഹാവ് യുവർ ഓൺ റീസൺസ്. മോട്ടർ ഇന്റഗ്രിറ്റി ആണ്. സർ ഈ ഞാൻ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലിസ്റ്റ് വിപ്രോയിനെ താഴെ വെച്ചിട്ട് HCL മുകളിൽ വെച്ച കാരണം ഇത് ഞാൻ ചോദിച്ചായിരുന്നു. TCS number 1, Infi number 2, Wipro number 3 and HCL for me. For me, it's Wipro is 3, HCL is 4. Market HCL will be 3, Wipro will be on 4. ആ ചേഞ്ചസ് ഇരിക്കുന്നു. ഓക്കെ സർ. അടുത്ത ഈ ഗോൾഡിന്റെ കാര്യമാണ്. അതായത് ഗോൾഡ് വാങ്ങരുതെന്ന് പറഞ്ഞ് പ്രഥമർ പറഞ്ഞായിരുന്നു. RBI ഗോൾഡിനെ വിറ്റു എന്ന് പറഞ്ഞ് ബ്ലൂംബർഗ് ഒരു ന്യൂസ് ഇട്ടു. പിന്നെ അവർ പറഞ്ഞു ഇല്ല അങ്ങനെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നായിരുന്നു. ഞാൻ ആ ന്യൂസിനെ ബ്ലൂംബർഗ് എടുത്തായിരുന്നു. എല്ലാ കാര്യങ്ങളും ഗോൾഡിനെ ചുറ്റിയാണ് നടക്കുന്നു. അതാണ് എനിക്ക് സംശയമായിരിക്കുന്നു. ഒരുപാട് പോളിസി ഷിഫ്റ്റ് വരാമോ? HDFC ഗോൾഡ് വാങ്ങണ്ടെന്ന് പറയുന്നു. അതായത് ഗോൾഡ് ETF ഇനി കുറിപ്പിട്ട ഒരു ലിമിറ്റഡ് എമൗണ്ട് തന്നെ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ എല്ലാം ഗോൾഡിനെ ചുറ്റി തന്നെ ഇരിക്കുന്നു. പോളിസി നിലേഷ് പറഞ്ഞതിലിരുന്ന് എനിക്കൊരു പേടിയാണ്. 4 മാസം ഇരിക്കുമോ? ഗവൺമെന്റ് ഇസ് വെരി കൺസേൺഡ് അബൌട്ട് ദി ഗോൾഡ്. ഡ്യൂട്ടി കേട്ടുന്നു. ഗോൾഡിൽ സ്മഗ്ലിംഗ് കയറും. എങ്ങനെയും നിർത്താൻ പറ്റൂല ബൈ ചെയ്യണതിന്. നീ വാങ്ങാതാൻ പറഞ്ഞാലും വാങ്ങും. നീലേഷ് അവർ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈനെ ഗോൾഡ് ഇസ് ദി സിൽവർ ബുള്ളറ്റ് എന്ന് ഇട്ടായിരുന്നു. സിൽവർ ബുള്ളറ്റ് വന്നിട്ട് എല്ലാ നോർമൽ പീപ്പിളിന്റെ മേളിൽ അടിക്കാൻ വരുമോ എന്ന ഒരു സംശയം വന്നിരിക്കുന്നു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാം അണ്ടർഗ്രൗണ്ട് പോവും. എല്ലാം ഗോൾഡിനെ ചുറ്റിയിരിക്കുന്നത് ഡോളറിന് വേണ്ടി മാത്രം എടുക്കാൻ പറ്റൂലല്ലേ? കാശ് വെളിയിൽ പോണതില്ല. നമ്മളടുത്ത് ഡോളറിന് ഷോർട്ടേജ് ഇരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കാമോ? അതിന് വേണ്ടി തന്നെ വേറെ ഒന്നുമില്ല. ഗോൾഡിനെ കുറിച്ച് വിഷമിക്കേണ്ട ഇപ്പൊ ഇരിക്കുന്നതിന് അല്ലേ? ഓക്കെ സർ. വാർ സെറ്റിലായ ഉടനെ ഗോൾഡ് കയറും. നന്ദി സർ. ഇന്ന് ഇതാണ് ചോദ്യങ്ങൾ. ഇനിയിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ അടുത്തടുത്ത ആഴ്ചയിൽ ചോദിക്കാം. നന്ദി സർ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി. നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.